എന്റെ അമ്മേ. എന്റെ കോഴിമാമ്പറമ്പിൽ ഭഗവതി രക്ഷിക്കണേ. അത് കരയാ? അത് കരയൂല. അതാണ് മന്നാടിയാന്മാരുടെ മന്നാടിപുരം. മന്നാടിയാന്മാരുടെ മാത്രമല്ല, ഞങ്ങൾ പോലീസുകാരും മന്നാടിപുരത്തുകാരാ. ഒന്ന് പോടോ, പറഞ്ഞ് പേടിപ്പിക്കാതെ. അതിന് താനിപ്പോ പോലീസുകാരനാണോ? അതേടോ, സസ്പെൻഷനിലാണെങ്കിലും പോലീസുകാരൻ എന്നും പോലീസുകാരനാ. വക്കീലേ, ഈ നാടിന്റെ ശാപങ്ങളാ ആ മന്നാടിയാന്മാരും കൊമ്പനാനയുടെ സ്വഭാവമുള്ള അവരുടെ പെങ്ങളും. ആനയുടെയോ? അതെ, ഒന്നിച്ചാ അവര് ജനിച്ചത്. ആ ആനയ്ക്കും ആർച്ചെന്ന പേര്. അവൾക്കും ആ കൊമ്പന്റെ സ്വഭാവം തന്നെയാ. താൻ വിസ്തരിക്കണ്ടോ? ശരിയാവില്ലേ വക്കീലേ? ഞാൻ ഏറ്റില്ലേ? വാദിച്ച് 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 അവളെ കൈ തരുമെന്ന്. എന്താ പോരെ? മതി, അത് മതി വക്കീലേ. കോടതിയിൽ ആർച്ചയുടെ തോലുരിയണം. അവൾക്കെന്തെങ്കിലും മാനക്കേട് വന്നാ പിന്നെ അവളുടെ ആങ്ങളമാർ സഹിച്ചിരിക്കില്ല. അപ്പം അവന്മാര് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യും. അവരെ കൊണ്ടുള്ള ശല്യം ഒഴി. അങ്ങനെ ആർച്ച എനിക്ക് സ്വന്തമാകും. കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു. എവിടാണോ പുഴ കരയുന്നേ? ആര് വക്കീലന്മാരുടെ ശവം വീണ ഈ പുഴ കരയല്ലാതെ പിന്നെ ചിരിക്കോ? അയ്യോ, മന്നാടിയാന്മാർ. ഗജേന്ദ്ര മന്നാടിയാർ, വീരേന്ദ്ര മന്നാടിയാർ, നരേന്ദ്ര മന്നാടിയാർ. അയ്യോ, വഞ്ചി റിവേഴ്സ് പോട്ടോ. എന്റെ കേസ് വിളിച്ചാവോ? വക്കീലിനെ വിളിക്കാൻ പോയിട്ട് നീ എന്താ ഒറ്റയ്ക്ക് വന്നത്? അയാൾ എവിടെ പോയി? അയാള് പോയി. എങ്ങോട്ട് പോയി? ജീവൻ കൊണ്ട് ഓടി. ആരാ ഈ ജീവൻ? എന്തിനാ അയാളെ കൊണ്ട് പോയത്? അയാളെ റാഞ്ചി വിട്ടപ്പ. ആര് റാഞ്ചി? മന്നാടിയാന്മാര് റാഞ്ചി. അയ്യോ, എവിടെയുള്ള പൂമാരൻ? എന്റെ മണ്ണാടിയന്മാരുടെ പുന്നാര പെങ്ങക്ക് പൂ കൊടുത്ത പടി കഴിവറ മോനെ. അവൾ എന്റെ പെങ്ങളാ, ഇവരാങ്ങളമാരും. അവളെ തൊട്ട് കളിച്ചാൽ നിന്നെ ഞാൻ കോടതി കയറ്റും. കോടതി, സുപ്രീം കോടതി. ഇനിയും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കേട്ടോ, ഞങ്ങളാ ഇവിടുത്തെ കോടതി. ഈ മന്നാടിപുരം മണ്ണ് ഞങ്ങളുടേതാ. ഞങ്ങൾ ഇനിയും ഇവിടെ ഭരിക്കും. ഞങ്ങളുടെ പൊന്നാരപ്പെങ്ങളെ തൊട്ട് കളിക്കാൻ പട്ടി കരുതണ. ഇനി ഉണ്ടെങ്കിൽ വിളിച്ചോണ്ട് വേടാ വക്കീലന്മാരെ. ആനക്കൂട്ടത്തിലെ ആടെ തുള്ളിക്കാൻ പോയിട്ട് തുള്ളിക്കൊണ്ടു നിൽക്കുന്നു. മന്നാടിയാന്മാരെ അടക്കാൻ കഴിയില്ലെങ്കിൽ നീക്കുന്ന കാക്കിട്ട് കിടക്കുന്നു. മാമ പിന്നെ കാവ്യാണ് ഇട്ടിരിക്കുന്നേ. അല്ല, ആനയ്ക്കാവാത്തത് അണ്ണാനാവോ മാമ? ചില അണ്ണാന്മാർക്ക് കഴിയൂടാ വരുമോനെ. ഇനി മന്നാടിപുരത്ത് രണ്ട് പോലീസ് വേണ്ട. ഒന്നുകിൽ നമ്മള്, അല്ലെങ്കിൽ മന്നാടിയാർ പോലീസ്. ഇങ്ങനെ പോയാ മന്നാടി പോലീസ് മതിയെന്നാ പറയുന്നേ. ആര് പറഞ്ഞു? ആ മന്നാടിയാർ പെണ്ണ. അവൾ ആരെ? ഇവിടുത്തെ രാജകുമാരിയാ. അവളെ പേടിച്ച് മന്നാടിപുരത്ത് ആണുങ്ങൾക്ക് വഴി നടക്കാൻ വയ്യെന്നായി. അവളെയും അവളുടെ ആങ്ങളമാരെയും അടക്കിയിട്ട് എസ് ഐ പരവഞ്ഞ് വീട്ടിലേക്കുള്ളൂ. എന്നാ മാമിയോട് ചെന്ന് പറയട്ടെ, മാമനെ മറന്നേക്കാൻ. ആർച്ച വരണ്ടു. ആർച്ച തരേണ്ടത് ഇവിടെയാണോ പറയുന്നത്? തരണ്ടതല്ല, വരണ്ടു. അവള് വരേണ്ടതിന് നമ്മളെന്ത് വേണം? മാമ, വരേണ്ടത് അവളല്ല, മന്നാടിയാന്മാരുടെ ആർച്ചാന്ന കൊമ്പനാനയാ. മതി, മന്നാടി അമ്മരകത്താക്കാൻ ഇത് മതി. ആദ്യം ആന, പിന്നെ ആനയുടെ ഉടമ ഗജേന്ദ്ര മന്നാടിയാർ. അതെ, ഗുണ്ട്. മന്നാടിയാന്മാരുടെ അഭിമാനമാകാൻ പോകുന്ന ഗജേന്ദ്ര ഗുണ്ടിന്റെ ഉദ്ഘാടനം. മന്നാടിയാർ പടക്ക കമ്പനിയിലെ പരീക്ഷണശാലയിൽ നീണ്ട നാളത്തെ എന്റെ ഗവേഷണത്തിലൂടെ ഉരുത്തിരിഞ്ഞതാണ് ഈ ഗുണ്ട്. തൃശൂർ പൂരത്തിന് പാറമേക്കാവുകാർക്ക് വേണ്ടി പൊട്ടിക്കാനുള്ള ആനഗുണ്ട്. ഇത് പൊട്ടുമ്പോൾ ആനകൾ ചാടും. അതെ വീരേന്ദ്ര, സംശയമുണ്ടോ? ഒരു സംശയമുണ്ട്. പറയൂ. ആന ചാടുമ്പോ പൂര അലമ്പാവൂലണ്ണ. ജീവനുള്ള ആന എലട മണ്ട. ഈ ഗുണ്ടിൽ നിന്നും പൊട്ടിവിടരുന്നത് വർണ്ണ പകിട്ടുള്ള കടലാസ് കൊണ്ടുള്ള ആനകൾ. അവ ആകാശത്ത് നൃത്തം വെക്കും. അങ്ങനെ മന്നാടിയാന്മാരുടെ പേര് പൂരം കാണാമെന്ന ദശലക്ഷങ്ങളുടെ ചുണ്ടിൽ തത്തിക്കളിക്കും. ഗജേന്ദ്രഗുണ്ട്, ഗജേന്ദ്രഗുണ്ട്, ഗജേന്ദ്രഗുണ്ട്. മന്നാടിയാരെ, എന്താ വക്കീലേ, എന്താ? എടുക്ക്. എന്നെയല്ല, എന്നെ ഇട്ടിട്ട് ജീപ്പ് എടുക്കാൻ. അയ്യോ അയ്യോ അയ്യോ, ആർച്ച പിണങ്ങി നടു റോട്ടിൽ കിടന്ന് താണ്ഡവം ആടുക. ഈ മന്നാടിപുരം മുഴുവൻ ഞങ്ങളുടെ പെങ്ങൾ താണ്ഡവം ആടിക്കോട്ടെ. ആരാടാ ചോദിക്കാൻ? പെങ്ങളുടെ താണ്ഡവം റോട്ടിലല്ലേ, വക്കീലിന്റെ നെഞ്ചത്തൊന്നും അല്ലല്ലോ. അയ്യോ, പെങ്ങളല്ല, പെങ്ങളുടെ പേരുള്ള നമ്മുടെ ആനയാ വരേണ്ടത്. പോലീസ് പോയി കഴിഞ്ഞു. പോലീസ് പോയെങ്കിൽ പോട്ടെ, നമുക്ക് എന്താടാ? എന്താ
എന്താ നിനക്ക് സംശയമുണ്ടോ? എന്താ? അയ്യോ അവിടെ നിൽക്കാനാ പറഞ്ഞത്, അവിടെ നിൽക്കാനാ പറഞ്ഞത്. അവിടെ നില്ലാണ്. തളക്കണോ പാപ്പ ഞാനേ? അതാ കൃഷ്ണൻകുട്ടി പറ്റിച്ച പണിയാ. അവനെന്താ ചാരായം കൊടുത്തു ആനയ്ക്ക്? അല്ല, ആനപ്പുറത്ത് എപ്പോഴും ആരെങ്കിലും ഇല്ലെങ്കിലേ അവ വരണം. ആ കൃഷ്ണൻകുട്ടിയോട് ഒരു കാലിൽ കൂടി കയറാൻ പറഞ്ഞിട്ടാ ഞാൻ മറ്റേ കാലിൽ കൂടി ഇറങ്ങിയത്. ആ സമയത്ത് അവൻ വായ നോക്കിയെന്ന്. ആരെങ്കിലും ആനയുടെ പുറത്തൊന്ന് കേറി കിട്ടിയാലേ അവൻ അടങ്ങും. ആരെങ്കിലും മതിയോ? മതിയെന്നേ, ആരെങ്കിലും ഒരാളെ കിട്ടിയാ മതി. ദൈവമേ, നാട്ടാരെ ഈ ജന്തുവിനെ ആരെങ്കിലും കയറെടുത്തൊന്ന് കെട്ടിടണ്ടോ? ആനെ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരണോ അല്ല നീ ഇങ്ങോട്ട് കയറി വരണോ? പ്രാണം പോണ സമയത്ത് ഇരുന്ന് തൊലിക്കണേ. അയ്യോ, വേദനമ്മ. കുറെ നേരമായല്ലോ മനുഷ്യൻ നിന്റെ പുറത്ത് കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലേ? അയ്യോ അയ്യോ ആരാ? അയ്യോ ഭഗവതി, രക്ഷപ്പെട്ടു. ആരെങ്കിലും ഒന്ന് പിടിക്കണേ. അയ്യോ സ്ലിപ്പാവുന്നു. എവിടാ എവിടാ ഇതിനെ പിടിക്കുന്നത്? അയ്യോ അമ്മേ, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ. നീ അപ്പൊ കാട്ടി പോവാൻ തന്നെ തീരുമാനിച്ചോ? നിന്റെ പെട്ടി കൂടെ കൊണ്ടുപോടാ. പോടാ കഴുതേ. ആരാ നിന്റെ പാപ്പാൻ? കാട്ടാനാണോ കാട്ടാനാണോ? അയ്യോ ഞെളിഞ്ഞിരിക്കാതെ ആനയെ തളക്കണേ പാപ്പാനെ. പാപ്പാനാ? പാപ്പാ നിന്റെ മറ്റവൻ. അയ്യോ നിൽക്കാനാ പറഞ്ഞത് ആനേ. വണ്ടി പുറകോട്ടാ. സാറേ, അതും സാറാ, സേതു സാറ്. ഏത് കൂത്താലത്തെ സാറ്? അയ്യോ ആന മുന്നോട്ട് വരുന്നു. ആ ജന്തുവിന്റെ മസ്തം നോക്കി വെക്കലാ വെടി. മാമ, മുകളിലിരിക്കുന്ന ജന്തുവിനെയോ താഴെ നടക്കുന്ന ജന്തുവിനെയോ? താഴെയുള്ള ജന്തുവിന്റെ വെക്കലാ വെടി. വെടി വെക്കാൻ പറഞ്ഞില്ല, അതുകൊണ്ട് വെടി വെക്കാൻ പറ്റിയ മാനെ. ഇനി അവൻ മന്നടിയന്മാരുടെ വീട്ടിലെ നിൽക്കൂ. അല്ലെങ്കിൽ മണ്ണാടിയന്മാർ ഇവിടെ വരണം. അതാ അവന്റെ സ്വഭാവം. അവന്മാര് വരാതെ തളയ്ക്കാൻ പറ്റുമെന്ന് ഞാനൊരു കൈ നോക്കട്ടെ. കൈനോട്ടം കൊണ്ടൊന്നും ആനയെ തളയ്ക്കാൻ പറ്റത്തില്ല. ഇതിന്റെ പാപ്പാനെവിടെ? ഈ ജന്തുവിന്റെ പാപ്പാനെവിടെ? നിർത്തൂ, നിർത്തൂ, വണ്ടി നിർത്തൂ, വണ്ടി നിർത്തൂ. കരിഭൂതങ്ങള്! അയ്യോ, പിടിയിടാ അവനെ. പിടിക്കാൻ വരുന്നത്. അയ്യോ, കരിഭൂതങ്ങൾ പിടിക്കാൻ വരുന്നത്. അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ. ഇത് ഞങ്ങളാണ്. ആഹാ, ഏമാമാരായിരുന്നോ? മനസ്സിലായില്ല ഇതൊക്കെ. എന്താടാ? ആനയെ തളച്ചു, നമ്മുടെ ആർച്ചാനയെ തളച്ചു. മന്നാടിയാന്മാരുടെ ആനയെ തളയ്ക്കാൻ ഇവിടെ ആർക്കാടാ ധൈര്യം ഉണ്ടായത്? പറയടാ, പറയടാ. ആനയ്ക്ക് മതവളയാൽ തളയ്ക്കാം, മന്നാടിയാന്മാർക്ക് മതവളയാലുണ്ടല്ലോ. ബസ്സിൽ വന്നൊരു പാപ്പാനായ മാനെ ആ താപ്പാന. അവന്റെ കുടൽമാലയെടുത്ത് ഗജേന്ദ്ര ഗുണ്ടിലിട്ട് പൊട്ടിച്ചിട്ട് ഇനി മന്നാടിയാന്മാർക്ക് ഉറക്കം വരൂ. എനിക്കും. നീ മന്നാടിയാനാണോ? എല്ലാവരും കേറടാ. നീ എവിടേക്കടാ? നീ പോയി 3 മുൻകൂർ ജാമ്യം എടുത്തു നോക്കി. അല്ല, ഞാൻ പോയി കോട്ട്. ഇനി എന്തിനാടാ കോട്ട്? ഈ കറുപ്പ് പോരെ? പോടാ. കണ്ണാടിയാരെ. അണ്ണാ ഒരു സംശയമുണ്ട്. സംശയം നിന്റെ കേരളം. വണ്ടി എടുക്കടാ. നിക്കാനേ, നിക്കാൻ. ആർച്ചൻ നിൽക്കാനവിടെ. നോക്കി നിൽക്കാൻ ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്ക്. ഏതീ കരിമ്പൂതങ്ങള്? ആനപ്പാപ്പന്മാരാ? ആനയുടെ മുതലാളിമാരാണെന്ന് പറഞ്ഞു കൊടുക്കണ. അയ്യടാ, ആനയുടെ മുതലാളി എന്ന് പറഞ്ഞ ആനയ്ക്ക് മാച്ചായ ഡ്രസ് ഇട്ടുണ്ടാ. തമാശ കളിക്കാണ്ട് ആളെ താഴെ ഇറക്കണ്ടോ? മനുഷ്യനിവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കാ. അപ്പൊ ഭ്രാന്തുണ്ടോ? കാലുമൊക്കെ പിന്നെ ആന കാലല്ലാണ്ട് പിന്നെ കൈ വെക്കോ? എടാ നോക്കിയിരിക്കാതെ താഴോട്ട് ഇറങ്ങണ. താഴോട്ടല്ല പിന്നെ മേലോട്ട് ഇറങ്ങാൻ പറ്റൂ. നോക്കി നിൽക്കാതെ അയാളെ താഴ്ത്തിറക്കി നീ മോളിൽ കയറി. സ്ലിപ്പാവുന്നുണ്ട്. ഏത് കാല്? ഞാൻ പിടിക്കാൻ വാ. കൈ തരാം. പിടിച്ചോ. ആനതേ ഇവന്റെ അടുത്ത് കളിക്കുന്നവർ എന്റെ അടുത്ത് കളിച്ചിട്ടില്ലേ? മോന്താടെ ശൈപ്യം മാറ്റി കളയും. ഈ മതയാനെ അതിന്റെ പാപ്പമാരെ അറസ്റ്റ് എന്തിനാ? എന്തിനാണെന്നോ? കൊലയാനിയെ കയറൂരി വിട്ടതിന്, പെരുവഴി കുളം തോണ്ടിയതിന്, സർക്കാർ വണ്ടി ശവവണ്ടി ആക്കിയതിന്, എന്നെ പോലെ ഒരു അഡ്വക്കേറ്റിന്റെ ജീവൻ എടുത്തിട്ട് അമ്മാനം മാടിയതിന്. മനസ്സിലായോ? എടോ, കാട്ടാനകളെ വാങ്ങിയാ പോരാ, നേരെ വളർത്താനും പഠിക്കണം. പട്ട കൊടുക്കുന്നവരൊരു പട്ട കുടിപ്പിച്ചാൽ അതിനെ വളർത്തേണ്ടത്. ആനയെ അറസ്റ്റ് ചെയ്യൂ.
IPC 420 വകുപ്പ് പ്രകാരം ഈ സാമൂഹികതയൊക്കെ വെടിവെച്ച് കൊല്ലാൻ റൈറ്റ് ഉണ്ട്. അതിന് റൈറ്റ് അല്ല റൈഫിൾ ആണ് വേണ്ടത് അറിയാം. ഈശ്വര താൻ ഇതുവരെ ജാമ്യം എടുക്കാൻ പോയില്ലേ? ഇത്തരം സ്ഫോടനാത്മകമായ അന്തരീക്ഷത്തിൽ ഒരു വക്കീലിന്റെ സാന്നിധ്യം അനിവാര്യമാണ് മന്നാടിയാരെ. ഇവിടെ ഒരു അടിക്ക് സ്കോപ്പ് ഉണ്ട്. ഞാൻ നോക്കണ്ട, കൊണ്ടുപോയ പോലെ തന്നെ എന്റെ ആനയെ വീട്ടിൽ കൊണ്ടുവന്ന് തരും. ഈ ആരാ? അങ്ങനെ അങ്ങ് പോയാലോ? നാട്ടുകാർക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ട് പോയാ മതി. അവന്റെ കുറുമ്പിന് ആർക്കടാ നഷ്ടപരിഹാരം തരേണ്ടത്? തന്തയ്ക്ക് പിറന്നവന്മാരുണ്ടെങ്കിൽ കൈ നീട്ടടാ, ഞാൻ നഷ്ടം പരിഹരിച്ചു തരാടാ. ആർക്കാടാ നഷ്ടപരിഹാരം വേണ്ടത്? എനിക്ക് വേണം. ക്ഷമിച്ചിരിക്കുന്നു. വഴിപോക്കറാണെന്ന് കരുതിയ ഈ സ്ഥലം വെടക്ക് വണ്ടി എടുക്കടാ. പണ്ണിനുണ്ടോ വടക്കും തെക്കും? നീ ഇവിടെ വടക്ക് നോക്കുന്നു, ബസ് പോകും. Thank you.